കൊല്ലം ജില്ലയിൽ നാളെ AISF വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. SFI പ്രവർത്തകർ AISF ജില്ലാ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ഉൾപ്പെടെ മർദ്ദിച്ചെന്നാരോപിച്ചാണ് ബന്ദ്. ജില്ലയിലെ പല കോളേജുകളിലും AISFന് നേരെ SFI ആക്രമണമുണ്ടായെന്നും AISF സംസ്ഥാന സെക്രട്ടറി A. അധിൻ പറഞ്ഞു. TKMലേക്ക് പോയപ്പോൾ AISFിൻ്റെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും അവിടുത്തെ സഖാക്കളോടൊപ്പം അവരെ സഹായിക്കുവാൻ വേണ്ടി കൊടികെട്ടുന്നൊരു സാഹചര്യത്തിൽ 40ഓളം വരുന്ന ഗുണ്ടകൾ അവിടേക്ക് പാഞ്ഞെത്തുകയും AISFിൻ്റെ കൊടി ഇവിടെ കെട്ടാൻ കഴിയില്ല എന്ന് ആക്രോശിക്കുകയും ചെയ്തു. AISFിൻ്റെ കൊടിതോരണങ്ങൾ പിടിച്ച് ഒടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് ചോദ്യം ചെയ്ത AISFിൻ്റെ ജില്ലാ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും AISFിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാ അദ്വൈതിനെയും അതിക്രൂരമായി മർദ്ദിക്കുന്നൊരു സാഹചര്യം രാവിലെ 1 മണിക്കാണ്. ഈ പറയുന്ന സംഘർഷങ്ങൾ കഴിച്ചുവിടാൻ വേണ്ടി മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം തടയുവാൻ വേണ്ടി അവർ ചെലവും കൊടുത്തിട്ടിരിക്കുന്ന കുറേ ഗുണ്ടകൾ അവരെന്തും രാത്രി കാണിക്കും. നിരന്തരമായി AISFിൻ്റെ ആശയപ്രചരണങ്ങളെ SFI ഭയക്കുന്നുണ്ടെങ്കിൽ അത് ഇനി നേരിടാതെ മുന്നോട്ട് പോകുവാൻ AISF തീരുമാനിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായി നാളെ ജില്ലയിൽ AISF വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജോറോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, CPMന്റെയും CPIയുടെയും വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലാണ് പരസ്പരം പോർവിളിയും ഏറ്റുമുട്ടലിലേക്കും എത്തുന്നത്. എന്താണ് അതിൻ്റെ സാഹചര്യം? കാരണം നാളത്തെ ബന്ദിന് ആഹ്വാനം ചെയ്തതിൻ്റെ പശ്ചാത്തലം എന്താണ്? സൈഫുദ്ദീൻ, സംസ്ഥാനത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ AISF SFI സംഘർഷം ഏറ്റവും രൂക്ഷമായ ജില്ലകളിൽ ഒന്നാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ വിവിധ കോളേജുകളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് SN കോളേജിൽ തന്നെ നിരന്തരമായി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി, ഇന്ന് ഡിഗ്രി അതായത് ബിരുദ വിദ്യാർത്ഥികളുടെ ആദ്യ ദിവസമായിരുന്നു. അവരെ സ്വാഗതം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് AISF കൊടിതോരണങ്ങളൊക്കെ കെട്ടുകയുണ്ടായിരുന്നു. ഫാത്തിമ കോളേജിലും SN കോളേജിലും ഒക്കെ കെട്ടിയപ്പോൾ തന്നെ ചില ലഹരിക്കടിമയായ ചിലർ വന്ന് അത് തകർത്ത് കളയുക, അതായത് അത് പൊളിച്ച് നീക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഇതിന് പിന്നാലെ TKM കോളേജിലേക്ക് പോകുമ്പോഴാണ് 40ഓളം വരുന്ന ആളുകൾ അവിടേക്ക് എത്തുകയും അതിനെല്ലാം നേതൃത്വം നൽകി, അതായത് പേരുൾപ്പെടെ എടുത്ത് SFI നേതാക്കളുടെ പേരുൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിയത്. SFI ഏരിയ സെക്രട്ടറി അതുലിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണം എന്നുള്ള ഒരു ആരോപണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയം കൂടുതൽ വഷളായി വരികയാണ്. കാര്യം AISFും SFIയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കോളേജിൽ പതിവാകുന്നു. അപ്പോൾ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഇനി അവരുടെ എല്ലാം CPM CPI നേതൃത്വങ്ങൾ ഇടപെട്ടുകൊണ്ട് മാത്രമായിരിക്കും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക. എന്തായാലും കൊടിതോരണങ്ങൾ നശിപ്പിക്കുകയും AISFിന്റെ ജില്ലാ സെക്രട്ടറിക്കും പ്രസിഡന്റിനും മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള വിവരം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൈമാറുമെന്നും AISF സംസ്ഥാന സെക്രട്ടറി അതിൻ അറിയിച്ചിട്ടുണ്ട്. ശരി.